ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജൂൺ മാസം 29 പത്രോസ് പൗലോസ് അപ്പോസ്റ്റലന്മാരുടെ തിരുനാൾ ദിവസം. നമ്മൾ പത്രോസ് പൗലോസ് അപ്പോസ്റ്റലന്മാരുടെ തിരുനാൾ ആചരിക്കുമ്പോൾ സ്ഥിരം കേൾക്കാനുള്ളൊരു വാക്യമാണ് സഭയുടെ രണ്ട് നെടുംതൂണുകളായ അപ്പോസ്റ്റലന്മാർ. ഈ സഭയുടെ രണ്ട് ശുശ്രൂഷകളുടെ പ്രതീകങ്ങൾ കൂടിയാണ് ഇവർ. കാരണം അധികാരപൂർവം സഭയെ നയിക്കുവാനായി ദൈവത്താൽ ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട പത്രോസും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നന്മയുടെ പ്രഘോഷണത്തിന് വേണ്ടിയും സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടിയും നിയോഗിക്കപ്പെട്ട പൗലോസും. ഇപ്പോൾ പത്രോസ് പൗലോസ് അപ്പോസ്റ്റലന്മാർ യഥാർത്ഥത്തിൽ സഭാ അധികാരത്തിൻ്റെയും സഭാ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും രണ്ട് വലിയ അടയാളങ്ങളെ നിലനിൽക്കുക. മജിസ്റ്റീരിയം ആൻഡ് മിഷണറി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും. നമുക്ക് ഈ പ്രബോധന അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മേൽ ഒരു കടന്നുകയറ്റം നടത്തുക എന്നുള്ളതല്ല, ഒരു ഇടയൻ്റെ ഇടപെടലോടുകൂടി വഴി നടത്തുവാനായി ഉള്ള അധികാരം, ശുശ്രൂഷയുടെ അധികാരം. അതാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് പത്രോസിനോട് ഈശോ പഠിപ്പിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ മേയിക്കുക. അന്ത്യത്താഴ സമയത്ത് എൻ്റെ ആ കാല് കഴിയുന്നതിൻ്റെ സമയം നമുക്കറിയാം, പത്രോസിനായിട്ടുള്ള ഒരു ഇടപെടൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഈ ഞാനിത് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷയുടെ ഇടപെടലായിട്ടാണ് നമ്മൾ ഈ സഭയുടെ അധികാരത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ പ്രബോധന അധികാരം ധാർമ്മികവും വിശ്വാസ സംബന്ധവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പാപ്പ പഠിപ്പിക്കുന്നതനുസരിച്ചാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ സഭയുടെ എല്ലാ അധികാരങ്ങളും നമ്മൾ കൗദാശിക അധികാരങ്ങൾ പറയും. കുദാശ സ്ഥാപിച്ചത് ക്രിസ്തുവാണെങ്കിലും ആ കുദാശയുടെ അധികാരങ്ങൾ കൈമാറിയിരിക്കുന്നത്, താക്കോൽ കൈമാറുന്നു. സ്വർഗത്തിലെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ ഈശോ പത്രോസിനോട് സംസാരിക്കുമ്പോൾ ആ കൃപയുടെ താക്കോൽ പത്രോസിൻ്റെ കയ്യിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃപ നൽകുന്ന ക്രിസ്തു തന്നെയാണ്, പക്ഷേ ആ പരികർമ്മം ചെയ്യപ്പെടുന്ന കുദാശകളുടെയൊക്കെ പരമോന്നത അധ്യക്ഷനായിട്ടാണ് നമുക്ക് പാപ്പായെ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് പൗലോസ്ലിയ പ്രേക്ഷിത പ്രവർത്തനത്തിന് മധ്യസ്ഥനാണ്. അദ്ദേഹം വചനമാകുന്ന വാളുകൊണ്ട് യുദ്ധം ചെയ്തവനാണ്. അപ്പോൾ കൃപയുടെ താക്കോല് പത്രോസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ വചനത്തിൻ്റെ വാള് പൗലോസിൻ്റെ കയ്യിലിരിക്കുകയാണ്. നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 27 പുസ്തകങ്ങളാണ് നമുക്കുള്ളത്. 73 പുസ്തകങ്ങൾ, 46 27 പുസ്തകങ്ങളായിട്ട് പഴയ നിയമം പുതിയ നിയമമായിട്ട് തിരിച്ചിരിക്കുന്ന 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഈ 27 പുസ്തകങ്ങളിലെ 13 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് 13 ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്റ്റലനാണ്. ഒരു പകുതിയും എന്ന് നമുക്ക് പറയാം. പിന്നെ 14 പുസ്തകങ്ങളേ ഉള്ളൂ. പിന്നെ 14 പുസ്തകങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 സുവിശേഷമാണ്. 4 മത്തയി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ കൊണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ 10 ഉള്ളൂ. 10 ലേഖനങ്ങൾ. അത് പലരായിട്ടാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ലൂക്ക, ഇവരൊക്കെ പലര് ചേർന്ന് എഴുതുക. ജൂദ, ഇവരൊക്കെ ചേർന്ന് എഴുതുക. അപ്പോൾ ഈ പലര് ചേർന്ന് എഴുതിയ 10 പുസ്തകങ്ങളും ഒറ്റയ്ക്ക് എഴുതിയ, അല്ലെങ്കിൽ 14 പുസ്തകങ്ങളും ഒറ്റയ്ക്ക് എഴുതിയ 13 പുസ്തകങ്ങളും, ഇങ്ങനെ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതൊരു വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഈ പുതിയ നിയമം എന്ന് പറയപ്പെടുന്ന ഭാഗത്തിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ, അല്ലെങ്കിൽ പകുതിയിൽ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ സൈസ് അനുസരിച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ പേജുകളുടെ എണ്ണം, അല്ലെങ്കിൽ വാക്യങ്ങളുടെ എണ്ണം, അധ്യായങ്ങളുടെ എണ്ണം, അങ്ങനെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3/4 ഭാഗവും അങ്ങനെ പറയേണ്ടി വരും. അത്രയും എഴുതിയത് പൗലോസ് അപ്പോസ്റ്റലനാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം, പ്രഘോഷണം അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് കൃത്യമായും സഭാവിശ്വാസികളോടുള്ളൊരു ടീച്ചിങ് ആണ്, ഒരു പാഠമാണ്. അതായത് പത്രോസിൻ്റെ കയ്യിലിരിക്കുന്ന കൃപയുടെ താക്കോൽ നീ പ്രയോജനപ്പെടുത്തുക, പൗലോസിൻ്റെ കയ്യിലിരിക്കുന്ന വചനത്തിൻ്റെ വാള് നീ പ്രയോജനപ്പെടുത്തുക. ഇത് രണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിൻ്റെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ആ വെളിച്ചത്തിൻ്റെ പോരാളിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക്, ക്രിസ്തുവിൻ്റെ പടയാളിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പരിചയമെടുത്ത് വചനത്തിൻ്റെ വാളെടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വചനത്തിൻ്റെ വാള് കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. കൃപ സ്വീകരിക്കുക, കുദാശകളിലൂടെ വചനം കൊണ്ട് ജീവിക്കുക ഒരു പ്രേക്ഷിതനായി. ഇതാണ് പത്രോസും പൗലോസും നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈശോയുടെ സ്നേഹ സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പത്രോസിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യത്തെക്കുറിച്ച് കണ്ടു. 8-ാം അധ്യായം 8-ാം വാക്യം പ്രാർത്ഥനയുടെ വലിയ ഒരു അവതരണമാണ്. ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യന് സുഖം പ്രാപിക്കും.
വളരെ സുന്ദരമായൊരു പ്രാർത്ഥന നമ്മൾ ദിവ്യബലിയിൽ ഉൾച്ചേർത്തിരിക്കുന്നതാണ് മത്തായി 8:8. എന്നാൽ മത്തായി 16:16 നമ്മളതിൻ്റെ 8ൻ്റെ ഡബിൾ 16:16 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത, ഈ സുവിശേഷത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് അപ്പോസ്തലൻ നടത്തുന്നതാണ് നമുക്ക് 16:16 കാണാൻ സാധിക്കുക. 16-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ, ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പത്രോസെ, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്നിട്ടാണ് ഈശോ ഈ ശിമയോന് പത്രോസ് എന്ന പേര് നൽകുന്നത്. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന് പറയുന്നത്. അതിൻ്റെ പത്രോസ് എന്ന പേര് കിട്ടുന്നതിന് കാരണമാകുന്ന വാക്യം 16:16 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ശിമോൻ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ആണ് വിശ്വാസ പ്രഖ്യാപനം. നമുക്ക് ഇതിന് സമാനമായിട്ട് ഇതിന് ശേഷം നമ്മൾ പത്രോസിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തിരിച്ചു പിടിക്കാൻ ഈശോ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പത്രോസിനോട് ആടുകൾ മേയ്ക്കാൻ പറയുന്നു. ഇങ്ങനെ ആ കഥ പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സംഭവങ്ങൾ പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലനെ നമുക്കറിയാം, ഈശോയുടെ സ്നേഹ സംഭാഷണമാണ്. അതിൽ ആ കുതിരപ്പുറത്തും തല താഴേക്കിട്ടിട്ട് ഈശോ ചോദിക്കുക, അങ്ങനെ വേണം പറയാനുണ്ട്. കാരണം മുമ്പിൽ വന്ന് നിൽക്കുന്ന വലിയ പ്രകാശരശ്മികൾ കണ്ടിട്ട് മുമ്പോട്ട് പോകാതെ നിലംപതിച്ച് കിടക്കുന്ന സാവൂളിനോടായിട്ട് ഈശോ ചോദിക്കുന്നുണ്ട്, സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? എന്നിട്ട് പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പീഡിപ്പിച്ചവനെ, ആരെയാണോ ഇത്രയും നാൾ അവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, അവനെ പ്രഘോഷിക്കുവാനായിട്ട് സാവൂൾ സ്വന്തം ജീവിതം പുതുക്കി എഴുതി തുടങ്ങി, പൗലോസ് എന്ന പേരിൽ. അതാണ് നമ്മളുടെ കയ്യിൽ പുതിയ നിയമഗ്രന്ഥമായിട്ടിരിക്കുന്നത്. വേദഗ്രന്ഥം ഏറ്റവും സുന്ദരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയുണ്ട്. ജസ്യൂട്ട് സഭ, ഈശോ സഭ, സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയപ്പെടുന്ന ഇഗ്നേഷ്യസ് ലയോള തുടങ്ങിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിഷണറി സൊസൈറ്റി, മിഷണറി സഭയാണ് ജസ്യൂട്ട്. ആ ജസ്യൂട്ട് സഭയിലെ ഒരു മിഷണറി പുരോഹിതൻ മെത്രാനായി, അദ്ദേഹം പാപ്പായായി, പത്രോസിൻ്റെ പിൻഗാമിയായി ഫ്രാൻസിസ് പാപ്പയായി, ജോർജ് മരിയ ബെർഗോളിയോ. അദ്ദേഹത്തിൻ്റെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. പാപ്പായുടെ തിരുനാൾ ദിവസം കൂടിയാണ്, പോപ്സ് ഡേ ആണ് നാളെ. അപ്പോൾ നമ്മളത് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. ഈ ഫ്രാൻസിസ് പാപ്പായ നമ്മൾ ഈ കാലഘട്ടത്തിൽ നയിക്കുമ്പോൾ നമുക്കുള്ളൊരു വലിയ സ്പെഷ്യാലിറ്റി, നമുക്കുള്ളൊരു വലിയൊരു മേന്മ എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി സഭ അല്ലെങ്കിൽ പൗലോസിൻ്റെ പിൻഗാമികളെന്ന് പറയാവുന്ന രീതിയിൽ മിഷണറി സഭയായ ജസ്യൂട്ടിലെ ഒരു വൈദികൻ പത്രോസിൻ്റെ പിൻഗാമിയായി സഭയെ നയിക്കുന്നു. അപ്പോൾ അദ്ദേഹം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അത് തെളിയിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതാണ് ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ചൈതന്യത്തോടു കൂടിയുള്ള ഫ്രാൻസിസ് പാപ്പ സഭയെ നയിക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് രണ്ട് സുന്ദരമായ വാക്യങ്ങൾ ഈ രണ്ടുപേരുടെയും ജീവിതത്തിന്, ഒരുപാട് വാക്യങ്ങളുണ്ട്, രണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദിവ്യകാരണത്തെക്കുറിച്ചുള്ള സംശയമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, നിങ്ങൾ എന്നെ വിട്ട് പോകുന്നുണ്ടോ, നിങ്ങൾ എന്നെ വിട്ട് പോവുകയാണോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. പത്രോസ് മറുപടി പറയുന്നത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകാനാ, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ, നിൻ്റെ ആ നിത്യം ജീവിതം നൽകുന്ന വചനങ്ങൾ നിൻ്റെ പക്കലാണ്, ഞങ്ങൾ പിന്നെ ആരെടുത്ത് പോകാനാ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഇതാണ് പത്രോസിൻ്റെ വളരെ സുന്ദരമായിട്ടുള്ള പ്രഖ്യാപനം. ഇത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ലോർഡ്, യു നോ എവറിത്തിങ്, യു നോ ദാറ്റ് ഐ ലവ് യു. കർത്താവെ, അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, അങ്ങേക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പത്രോസിൻ്റെ മറുപടിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതായത് പത്രോസിന് മനസ്സിലായി, ഞാൻ 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിന് തിരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുക. 3 പ്രാവശ്യം സ്നേഹിക്കുന്നു പറയുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇനി ഗതിയില്ല. അങ്ങനെ പത്രോസ് ആ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് പറയുകയാണ്, കർത്താവ് നിനക്ക് എല്ലാം അറിയാമല്ലോ. അതായത് എൻ്റെ സ്നേഹത്തിൻ്റെ കുറവ്, ആ സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും ബലഹീനനായി ഞാൻ നിലത്ത് വീഴുന്നത്, എൻ്റെ കുറവുകൾ, ഇതെല്ലാം നിനക്കറിയാമല്ലോ. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ്റെ സുന്ദരമായൊരു വാക്യം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, വളരെ സുന്ദരമായ വാക്യമാണ്. അത് പൗലോസ്ലിഹയുടെ വാക്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പറയാൻ വേണ്ടി ഞാനിങ്ങനെ പൗലോസ്ലിഹയുടെ ലേഖനം കൊണ്ട് കടന്നു പോയിട്ട് ഭയങ്കര കൺഫ്യൂഷനില്ല. കാരണം എല്ലാം പവർഫുള്ളായിട്ടുള്ള, ഏറ്റവും ഷാർപ്പായിട്ടുള്ള വചനഭാഗങ്ങളാണ്.
ഒരുപാട് പ്രിയപ്പെട്ടു. ഞാനിങ്ങനെ അതിൻ്റെ ബൈബിളിൽ ഇങ്ങനെ പൗലോസ്ലിയുടെ വാക്യങ്ങൾ ഇങ്ങനെ അടിവരയിട്ട് പോയിട്ട് ഇതാണ്ട് ആ ലേഖനങ്ങൾ മൊത്തം ഏകദേശം ഒരു കുറേ ഭാഗം അടിവരയാണ്. പൗലോസ്ലിയുടെ ഏറ്റവും സുന്ദരമായ ഒരു വാക്യം ഇതാണ്: ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്യമാണ്. കാരിത്താസ് ക്രിസ്തി ഓജോത്തിനോസ് മറ്റൊരു വാക്യം: ക്രിസ്തു സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു, എന്നെ മത്തുപിടിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നു, സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറയുന്നത്. വിജാതീയർക്ക് ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നിരവധി വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ്ലിയുടെ ഏറ്റവും സുന്ദരമായ വാക്യങ്ങൾ എന്നാണത്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. യഥാർത്ഥത്തിൽ പത്രോസ് ഇവിടെ പ്രഖ്യാപിച്ചെന്ന് പറയപ്പെടുന്ന ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ആ പ്രഖ്യാപനം തന്നെയാണ് സഭയുടെ അധികാരത്തിലൂടെ പത്രോസ് അത് കൈമാറുമ്പോൾ സുവിശേഷ പ്രഘോഷത്തിൽ പൗലോസ് അത് കൈമാറിക്കൊണ്ടിരിക്കുന്നു. സഭ അതിൻ്റെ സ്വഭാവത്താൽ മിഷണറിയാണ്. ഓരോ ക്രിസ്ത്യാനിയും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ പ്രേക്ഷിതനായി മാറുന്നു, മിഷണറിയായി മാറുന്നു. അതാണ് സഭയുടെ പഠനം. നമ്മൾ ഓരോരുത്തരും മിഷണറി പ്രവർത്തനത്തിന് ബാധ്യസ്ഥരാണ്. നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കർത്താവിനെ പ്രഘോഷിക്കുക, ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മാധ്യസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കൃപയുടെ താക്കോൽ പത്രോസിൻ്റെ കയ്യിലുണ്ട്. കുദാശകളിലൂടെ കടന്നു വരുന്ന കൃപയെ ആദരവോടുകൂടി, ഭക്തിയോടും ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുക, വിശ്വാസത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം പൗലോസിൻ്റെ കയ്യിലിരിക്കുന്ന വചനത്തിൻ്റെ വാള് ജീവിതത്തിൽ ഉപയോഗിച്ച് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൃപയുടെ താക്കോലും വചനത്തിൻ്റെ വാളും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും കയ്യിൽ നിന്നും നമുക്ക് ഏറ്റുവാങ്ങാം.